മുനമ്പം വഖഫ് ഭൂമി കേസിലെ തുടർവാദം ഇന്ന് തുടങ്ങും. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിലാണ് വാദം തുടങ്ങുക. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ മുനമ്പം നിവാസികൾക്ക് കക്ഷി ചേരാൻ അനുമതി ലഭിച്ചിരുന്നു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിവരങ്ങൾ. രോഹിണി, മുനമ്പം വഖഫ് ഭൂമി കേസിൽ ഫറൂഖ് കോളേജ് വഖഫിനെതിരെ നൽകിയ ആ ഹർജിയിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനമ്പം സമരസമിതി ഈ വഖഫ് ട്രൈബ്യൂണൽ, കോഴിക്കോട്ടെ വഖഫ് ട്രൈബ്യൂണലിനെ ഇന്ന് സമീപിച്ചിരുന്നു. ആ കേസിൽ കക്ഷി ചേരാനുള്ള അനുമതി വഖഫ് ട്രൈബ്യൂണൽ നൽകുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ മുനമ്പം വഖഫ് ഭൂമി കേസുമായി ബന്ധപ്പെട്ട് വഖഫ് ട്രൈബ്യൂണലിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. ഈ എതിർകക്ഷിയായിട്ടുള്ളത് വഖഫ് ബോർഡും മുനമ്പത്തെ ഈ ഭൂമി ഉണ്ടായിരുന്ന ഈ സിദ്ദിഖ് സേട്ടിന്റെ കുടുംബവുമാണ് എതിർകക്ഷികൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ വഖഫ് ട്രൈബ്യൂണലിൽ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ തുടങ്ങുകയാണ്. രോഹിണി, ശരി അനഘ. മുനമ്പം വഖഫ് ഭൂമി കേസിലെ തുടർ വാദം ഇന്ന് തുടങ്ങും. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിലാണ് വാദം തുടങ്ങുക. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.